ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് താമസിച്ച് എണീറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പേരക്കയുടെ മണവും പേരക്കയൊക്കെ ഇങ്ങനെ കവറിട്ട് എത്തിയ കാരണം അല്ലാതെ ഇന്നൊക്കെ നമ്മൾ കാക്കയും നമ്മളൊക്കെ ആയിട്ട് പറിച്ച് മാറ്റി കുറച്ച് കവറിട്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കുന്നത് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ എടുക്കാൻ. പറിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. എന്തായാലും മരം നിങ്ങളെ കാണിക്കും. പേരമരം അതുകൊണ്ട് അതിനകത്തൊക്കെ കവറിട്ട് നിൽക്കുന്നതാണ്. ഇതെല്ലാം കവറിനകത്ത് നിൽക്കുന്ന പേരയ്ക്കാണ്. അപ്പം ഞാനിതൊന്ന് പറിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് പറിച്ചിട്ട് കാണാം ഗൈസ്. കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പാത്രം എടുക്കും. ഓക്കെ, നമുക്ക് പറിച്ചിട്ട് കാണാം. ഫസ്റ്റ് രണ്ടെണ്ണം ഞാൻ വെള്ളം ഉള്ളതുകൊണ്ട് ഫോൺ അങ്ങോട്ട് കാണിക്കാത്തില്ല. ഒരെണ്ണത്തിൽ തന്നെ രണ്ടെണ്ണം നിന്ന് ഒരു ഇതിൽ. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ കാണിക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പെട്ടെന്ന് പറിച്ചു കഴിഞ്ഞു. കാരണം അവരുണ്ട് ഒരു ഇച്ചിരി കൂടെ ഒന്ന് പരിപാടിയാണ് അല്ലേ കാണിക്കാൻ ഞാൻ. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഞാൻ ഇന്ന് പോകുന്നത്, ഈ പേരക്കയും കൊണ്ട് പോകുന്നത് കൊല്ലത്തേക്കാണ്. കാരണം കൊല്ലത്തെൻ്റെ അമ്മയുണ്ട്, അമ്മയ്ക്ക് കൊടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും കാരണം ഒന്ന് കൊണ്ടുപോകുമ്പം. അപ്പം ഞാൻ എന്തോരം പേരയ്ക്ക പറിച്ചെന്നറിയാമോ? കണ്ടടേ, ഇതാണ് ഇന്നത്തെ എൻ്റെ പേരയ്ക്ക പറിക്കൽ ഗൈസ്. എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിലെ പേരയ്ക്ക? കിടൂല്ലേ? ഈ കവറുകളെല്ലാം പൊട്ടിച്ച് മറ്റേ പ്ലാസ്റ്റിക് ഇടുന്നതിനകത്ത് കൊണ്ടിടണം. ഓണമൊക്കെയാണ് വരുന്ന, വീടും വാതിലും ഒക്കെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം, ഞാൻ നിൽക്കുന്നത് നമ്മുടെ റോഡ് സൈഡുള്ള പേരമരത്തിൻ്റെ അടുത്താണ്. ഇനി വേറൊരിതുണ്ട്, പക്ഷേ പാകമായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം എന്നാലും. കാരണം ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 4-5 പ്രാവശ്യം പറിച്ചു, അല്ലാതെ നമ്മൾ കഴിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മൾ കഴിക്കും കേട്ടോ. ഇത് എൻ്റെ ഇരിക്കുന്നത് നാടനാണ്. നാടൻ മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് നട്ട കഥ വരെ ഞാൻ പറഞ്ഞു. എൻ്റെ നാട്ടു, എൻ്റെ അനിയത്തിയാണ്, എൻ്റെ അനിയത്തി, അവൾക്ക് കിട്ടിയതാണ്. കൈമാറ്റം ചെയ്ത് കിട്ടിയൊരു മരമാണ്. അത് നമ്മൾ അന്യാധീനപ്പെടുത്തി കളഞ്ഞില്ല. അപ്പോൾ ഇത് വെള്ളപ്പേരൊക്കെയാണ് കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട്. വെയിറ്റ് കൊണ്ട് മരം താണ്ട ഇനി താന്ന് നിൽക്കുകയാണ്. മണ്ടയ്ക്കുണ്ട്. 2-3 ദിവസത്തിനകത്ത് ചാവുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിലെ മൊത്തം വീഡിയോയും നമ്മൾ തുടക്കം മുതൽ കാണിക്കുന്നത്. കാരണം മറ്റേതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം അമ്മ അതിന് താഴെ കിടക്കുമായിരുന്നല്ലോ. നിങ്ങൾ ഇനി പേരമരം ഒടിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഉണ്ടോ, മഴയൊക്കെ പെയ്ത് കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ ഇതിവിടെ വൃത്തിയാക്കുന്ന ടൈമിന് നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ ആമ്പൽക്കുളം താമരയായിരുന്നു. പിന്നെ നമുക്ക് കണ്ടേ 2 കായ്പുണ്ട്. വന്നതായിരുന്നു, എല്ലാം മഴ വന്നപ്പം പോയി. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ പൂത്ത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ രാവിലെ ചെറിയൊരു ഇത് കച്ചാർപാല, രാവിലെ ഒരു മിനി ബ്ലോഗൊക്കെ കഴിഞ്ഞ് ഇതും കൊണ്ട് പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വയറ്റിൽ പോത്തില്ല. അപ്പോൾ എനിക്കിനി കാപ്പി ഉണ്ടാകണം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.